ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർച്ച് 11 കേട്ടോ, 8:45 എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ ദോഹയിലാണ് കേട്ടോ, ഖത്തറിലിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6:20 ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ടോ, കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നാണ് നമ്മൾ പോണത്. അപ്പോൾ ഗായ്സ്, മുന്നേ കൊണ്ടുവിടാനായിട്ട് ഉമ്മയും ഉപ്പയും പിന്നെ എൻ്റെ ഏട്ടത്തിൻ്റെ 2 കുട്ടികളും കേട്ടോ, ഞങ്ങളാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടെൻഷനിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്കുള്ളിൽ പോകണേ. അപ്പം ഇങ്ങനെ നിന്നപ്പോഴാണ് അവിടെ ഒരു ഗൈഡ് ഉണ്ട്, 400 റുപ്പീസ് പെയ്ഡ് അടിച്ചാൽ അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ. അങ്ങനെ ഞാൻ ഗേറ്റിനുള്ളിൽ കടന്ന് ഗൈസ്. പിന്നീട് നമുക്ക് വീട്ടുകാരൊന്നും കാണാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിട്ടോ. അപ്പോൾ എനിക്കൊരു ഗൈഡിനെ സെറ്റായിട്ട്, അപ്പോൾ ഞാൻ ഗൈഡിനെയും കൂട്ടിയിട്ട് ഉള്ളിൽ പോയി. അപ്പോൾ ഗൈഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടിയും ബാഗൊന്നും നമ്മൾ ക്യാരിയും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അവർ നോക്കിക്കോളും. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ പോയി. ഗേറ്റ് നമ്പർ 1 ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കുറേ അനൗൺസ്മെൻറ്റൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഫ്ലൈറ്റ് വന്ന് അനൗൺസ്മെൻറ്റ് ചെയ്ത് ഫ്ലൈറ്റ് വന്നു. A1 ഗേറ്റിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കിടക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഗായ്സ് ഞാൻ ഉള്ളിലേക്ക് കിടന്നു. ഫ്ലൈറ്റ് പൊങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ആകാംക്ഷയിൽ അങ്ങനെ നോക്കി. വിൻഡോ സീറ്റായിരുന്നു കേട്ടോ എനിക്കുള്ളത്. അങ്ങനെ വിൻഡോ സീറ്റിൽ നോക്കി നിന്നപ്പോൾ ഒരുപാട് രസകരമായ സംഭവങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 4.5 മണിക്കൂർ ഫ്ലൈറ്റിലിരുന്നു. ഒരു നമ്മളെ നാട്ടിൽ 1:45 ആ ടൈമൊക്കെ ഏകദേശം ഉണ്ടാവും. നമ്മൾ ദോഹ എയർപോർട്ടിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ എത്തിയാൽ എനിക്ക് അവിടുന്ന് കരിപ്പൂർ വിമാനത്താവുന്നൊരു ഫ്രീ സിം ഉണ്ടായിരുന്നു കേട്ടോ. ഖത്തറിലേക്ക് അത് കിട്ടി. ഞാൻ ഇക്കാനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഇക്കങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെ എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ നമ്മളെ ബാഗൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഗായ്സ് ഞാൻ ഖത്തർ വിമാനത്താവളത്തിലെത്തിട്ടോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ മക്കളെ. ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ, കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഉള്ളിലൂടെ കുറച്ചവിടെ നടന്നാലേ നമുക്ക് പിന്നെയുണ്ടല്ലോ മിഗ്രേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ പോയി കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. കുറേ ബാഗ് അതൊന്നും ഞാൻ വീഡിയോ കുറേ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ടെൻഷനായി. ഉള്ളിൽ ഒരുപാട് തിരക്കും. അപ്പം പിന്നെ നമ്മൾ അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടെയും നമ്മളെ മലയാളികൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ഫ്ലൈറ്റിൽ ഫുള്ള് നമ്മളെ മലയാളികൾ തന്നെയാണ് കേട്ടോ. അവരെല്ലാ കാര്യത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫ്ലൈറ്റിൽ ഞാൻ ഇരിക്കാനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനാണ് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ട്രോളി എടുത്ത് കൊണ്ടുവരണം, ലഗേജ് എടുക്കണം, അതിനൊക്കെ പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഇക്ക വന്നു കേട്ടോ. ഇക്ക ഉണ്ടായിരുന്നു പുറത്തുനിന്ന് ഹായ് കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഇക്കൊക്കെ വീഡിയോയിൽ വലിയ താല്പര്യം ഇട്ടോ നിൽക്കാൻ. അപ്പം ഞാൻ ഇക്കാനെ വല്ലാണ്ട് വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇക്ക ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്ക വണ്ടിയിൽ കയറി ഞങ്ങൾ അങ്ങനെ പോകുന്നു കേട്ടോ. കാരണം ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വണ്ടിക്ക് കുറച്ച് അപ്പുറത്താണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ പാർക്കിങ്ങൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇക്ക അവിടുന്ന് ടാക്സി വിളിച്ചതാകുമ്പോൾ പിന്നെ പാർക്കിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട, കറക്റ്റ് അവിടെ ഇറക്കും, കറക്റ്റായിട്ട് അവിടെ നിന്ന് കയറാം. അങ്ങനെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഗൈസ്. ഞാൻ ആകെ സന്തോഷമായിട്ട് എനിക്ക് എന്താ പറയുക, അത്രയും നേരം ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നു അവിടെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണല്ലോ. ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ട് കേട്ടോ. നാട്ടിൽ നിന്ന് പോരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ. അപ്പോൾ നമുക്കത് ഇവിടെ എത്തുമ്പോൾ നമുക്കത് മാറും കേട്ടോ. കാരണം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, മനസ്സ് ഭയങ്കര സമാധാനമാണ്. നമ്മൾ പരിചയമുള്ള മലയാളികളെ തന്നെ കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ യാത്ര തുടരുകയാണ് ഗൈസ്. ഞങ്ങൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസൊന്നും പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഗൈസ് ഞാൻ എത്തിയപ്പോൾ എനിക്ക് ഹാപ്പി ആയിട്ടോ. കാരണം ഞാൻ ടെൻഷനാവോ ബുദ്ധിമുട്ടാവോ ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി പെട്ടിയിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇക്കാക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യുക റൂമിലെത്തിക്കഴിഞ്ഞാൽ. അതാണ് പിന്നെ ഞങ്ങളെ അടുത്തുള്ള പരിപാടി പറയണത്. അപ്പം ഞാനവിടെ വണ്ടിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് വീഡിയോസ് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഗൈസ്. റൂമിലെത്തി പെട്ടി പൊട്ടിക്കാനിട്ട് ഗൈസ് അൺബോക്സിങ്. പെട്ടി കണ്ട പിക്കെല്ലാം ആകാംക്ഷയിലാട്ടോ. ഇക്കാക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ പെട്ടി പൊട്ടിക്കുന്നുണ്ട്. PDF അല്ലാത്തതുണ്ടോ? ഇത് ഡൗൺലോഡ് ആവില്ലല്ലോ. ഇത് വീഡിയോ ഞാൻ കാണുന്നുണ്ട്. മോണ ഉണ്ണിയപ്പൊക്കെ ഹാർഡായിടി. ഇത് മെഡിസിൻസ് ആട്ടോ ഗൈസ്. മെഡിസിൻസ് ആണ്. ആന്ന് അത് ഐസാണ്. അടിയിലൊക്കെ ഐസിൻ്റെ പത്തിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവന് പുറത്തേക്ക് നിൽക്കും.
ഒക്കെ എടുത്ത് പുറത്ത് വെക്കി മസാലയൊക്കെ ഉണ്ട്. കത്തി മാറ്റി കത്തിമക്ക് ചാടിയാല് ഗോതമ്പോ ഉമ്മ എത്ര 3 കിലോ ഗോതമ്പാന്നീന്. അങ്ങനെ നല്ലെണ്ണ പാലയിക്കല്ലേ ഇതൊക്കെ വെളിച്ചെണ്ണ. അത് ഫുള്ള് പിന്നെ ബീഫുണ്ട്, തേങ്ങ ഉണ്ട്, അച്ചാർ ഐറ്റംസ് കാരണം കുഷ്യൻ. എത്ര സാധനം വാണ്ടില്ല എനിക്കൊന്നും അച്ചാറൊന്നും. എനിക്കറിയില്ല എനിക്ക് പാകത്തിനൊന്നും കൊണ്ട് തേങ്ങ ഒന്നും ഇങ്ങനെ കൊണ്ടുവരില്ല ഇവിടെ കേടുവരും. ഇല്ല. കാരണം തേങ്ങ ഫ്രഷ് തേങ്ങ ഇവിടെ കിട്ടാൻ കയറും. അച്ചാറുകളോ എന്തൊക്കെ അച്ചാറില്ല അതില് എന്തൊക്കെ 2-3 തരം അച്ചാറ്. പുളിഞ്ചി ഉണ്ട്. പുളിഞ്ചി പുളിഞ്ചി തീർക്കും ഞാൻ. ഇതും അച്ചാറോ? ഇതാണ് തോന്നുന്നു പുളിഞ്ചി രസം. അത് ഉമ്മ ഞാനങ്ങനെ പാക്ക് ചെയ്ത്, ഉമ്മയാണെങ്കിൽ മറ്റേ ചെറുക്ക് പാക്ക് ചെയ്ത്. ആ ബീഫ് ഒരു പാത്രത്തിൽ ഇങ്ങനെ തന്നെ പിടിച്ച് കയറ്റാം. തൽക്കാലം ഇങ്ങനെ വെച്ചിട്ട് 2 ബീഫ്, അത് 3 ബീഫ്. അയ്യോ ഐസ് വേറൊരു അച്ചാറ്. ആ തേനിൽ വെളുത്തുള്ളി ഇട്ടില്ലേ നമ്മളെ ഗ്യാസ് നെഞ്ചരിച്ചിലൊക്കെ ഓയില് പിന്നെ തലയിൽ തേക്കാൻ. അതിൻ്റെ ചപ്പൽസ തുറന്നാണെ ഓപ്പൺ ചെയ്യും. എൻ്റെ ബ്രഷും ഉണ്ടാവും, സോപ്പ്. ചെരുപ്പിന്റെ കൂട്ടത്തിൽ തന്നെ ബ്രഷ് അതിലല്ലേ കാരണം മസ്തിയിലേ കാരണം. ഇതൊക്കെ പോലെ തന്നെ ഞാൻ മുളക് പൊടി പീടിയെന്ന് വാങ്ങിയാലോ? അത് മുളക് പൊടി അതും ഉണ്ട്, വേറെ ഉണ്ട്. എന്തൊരു പീടിയെന്ന് അങ്ങനെ? അത് ഉമ്മ എന്നോ വാങ്ങി വെച്ചേനി. അപ്പൊ അവൻ കൂടി വെച്ചോണ്ട് അവൻ കൂടി വെച്ചു. അല്ല അത് പൊടിച്ചത് വേറെ ഉണ്ടേ. അത് മല്ലിയും മുളകും. ഇത് പിന്നെ എക്സ്ട്രാ അമ്മ വെച്ചതാ. ചിപ്സ് കുറച്ചുകൂടി വാങ്ങിയില്ലേ? ചിപ്സ് ക്ലാപ്പ് 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 ക്ലാപ്പ്. അപ്പൊ ഗൈസ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഈ പയ്യന് വേണ്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റാം. തേങ്ങയും ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലോ? ബീഫ് പോരക്കാണല്ലേ? 6 കിലോനെ വാങ്ങി. അല്ലേ മൊത്തം 7 കിലോനെ. പിന്നെ കുറച്ച് വീട്ടിലെടുക്കുമല്ലോ. ഗൈസ് ഇതാണ് എൻ്റെ യാത്രാ വീഡിയോ. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുറത്തു പോകാൻ ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ, താങ്ക് യു.